കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. അതായത് പലപ്പോഴും നമ്മൾ രാത്രിയാണല്ലേ മൊബൈൽ ചാർജ് ചെയ്യാനിടുക, അല്ലെങ്കിൽ തന്നെ ഫോൺ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെ ചാർജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ മറന്നു പോകും ചാർജ് ചെയ്യാൻ ഇട്ടതാണെന്നുള്ളത്. യൂത്തിന്റെ കാര്യമില്ല, ബാക്കിയുള്ള പൊതുവെ കുറെ ആൾക്കാർ അങ്ങനെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓവർ ചാർജ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഫോൺ ചാർജിങ്ങിന്റെ ആ ഒരു 100% കൂടുതൽ ചാർജ് ആയിട്ടും അതുപോലെ ചാർജിങ് സമയത്തുള്ള ടെമ്പറേച്ചർ കൂടിയിട്ടൊക്കെ ഫോൺ പൊട്ടിത്തെറിച്ചതായിട്ടും തീ പിടിച്ചതായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന അത്രമാത്രം ഫോൺ ചാർജ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മിനിമം ടെമ്പറേച്ചറിന്റെ കൂടുതൽ ഫോൺ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ബാറ്ററി ബസർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ബാറ്ററി ബസർ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. ബാറ്ററി ബസറിൻ്റെ പെർമിഷൻ ചോദിക്കുന്ന ഒരു മെസ്സേജ് വരും. അത് നമ്മൾ ഡിനൈ ചെയ്യാം. അലോ ചെയ്യണമെങ്കിൽ അലോ ചെയ്ത് പെർമിഷൻ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് അത്ര ഒരു ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഡിനൈ ചെയ്തത്. രണ്ട് രീതിയിലാണെങ്കിലും വർക്ക് ആവും. ബാറ്ററി ബസർ ഓപ്പൺ ആവുന്ന സമയത്ത് ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. അപ്പോൾ നമുക്ക് കാണാം ബാറ്ററി ബസർ എന്ന് എഴുതിയിട്ടുണ്ട്. സെറ്റിങ്സ് കാണാം മേളിൽ. പിന്നെ സ്ക്രീനിൽ കാണുന്നത് 63% ബാറ്ററി ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോണിൻ്റെ കറണ്ട് ടെമ്പറേച്ചർ 34.0 ഡിഗ്രി സെൽഷ്യസാണ്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം ഫോണിൻ്റെ കറണ്ട് ടെമ്പറേച്ചർ എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു സിമ്പിളും റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെൽ ഐക്കണും കാണാം. ഈ ടെമ്പറേച്ചറിൻ്റെ ആ സിമ്പിളിലും നമ്മൾ ചേഞ്ചസ് വരുത്തണം. അതുപോലെ ബെൽ ഐക്കണിലും ചേഞ്ചസ് വരുത്തണം. അതെങ്ങനെയാണ് ഈ ഒരു ആപ്പ് ചെയ്യാൻ പറ്റുക, സെറ്റിങ്സ് ചെയ്യാൻ പറ്റുക എന്ന് കാണിച്ചു തരാം. അതിൻ്റെ താഴെയായിട്ട് ബാറ്ററി ഇൻഫർമേഷൻ ഇൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ബാറ്ററി ചാർജ് ആയോ, നമ്മൾ ചെയ്യാൻ പോണ സെറ്റിങ്സ് അത് നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് ചോദിച്ചത്. അത് ഓൺ ആക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ടെമ്പറേച്ചറിനും സെറ്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എത്രത്തോളം സേവ് ചെയ്യണം, എത്രത്തോളം ബാറ്ററിയാണ് ചാർജ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫോൺ എത്ര % ചാർജ് ആവണം എന്നുള്ളതാണ്. എത്ര ചാർജ് ആകുമ്പോഴാണ് നമുക്ക് അലാറം വരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അതിനു വേണ്ടി ഈ സ്ക്രീനിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബാറ്ററി ലെവൽ അലാറം ആണ് ഫസ്റ്റ് പറഞ്ഞത്. അതായത് നമ്മൾ എത്ര % ഫോൺ ചാർജ് ചെയ്യുന്നു എന്നുള്ളത് സെറ്റ് ചെയ്യുന്നോ അത്രയും % മൊബൈൽ ചാർജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിമൈൻഡർ അലാറം അടിക്കും. ഇപ്പം ഞാൻ ചാർജിലിടുന്ന സമയത്ത് 100 ആണെങ്കിൽ 100% ചാർജ് ചെയ്യുന്നവർക്ക് 100% ചാർജ് ചെയ്യാം. ചില ആൾക്കാർ 100% അങ്ങനെ ചാർജ് ചെയ്യേണ്ട എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് 99, 98 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% ചാർജ് മതി. അത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും നിങ്ങൾക്ക് എത്ര % ചാർജാണോ കയറേണ്ടത് അത്രയും നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാറ്ററി ലെവൽ അലാറം എന്നുള്ള ഓപ്ഷൻ മെയിലുണ്ട്. അത് ഇപ്പം ഡിസേബിൾ ആണ്. അത് ഏബിൾ ചെയ്യുക, അത് ഓൺ ആക്കിയിടുക. ഇപ്പം അലാറം സെറ്റ് ഫോർ 85%. ഞാൻ 85 ആണ് കൊടുത്തത്. അതുകൊണ്ട് 85% ഈ മൊബൈൽ ചാർജ് ആവുന്ന സമയത്ത് അലാറം അടിക്കുന്നതാണ് പറയുന്നത്. എങ്ങനെയാണ് അലാറം അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം 63% ആണ് ഫോണിൻ്റെ ചാർജ് ആയിട്ടുള്ളത്. 63ലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പം ഞാൻ 63 സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്ത് അലാറം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 63% മൊബൈൽ ചാർജ് ആവുന്ന സമയത്ത് ഇതേപോലെ അലാറം വരും. അപ്പം ഇനി നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ബാക്ക് കീ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ മൊബൈലിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചറിൻ്റേതായിട്ട് കാണുന്ന ഒരു സിമ്പിൾ ഉണ്ട്. അത് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്യുമ്പോൾ വേറൊരു പേജ് വന്നു. ഇറ്റ്സ് ലൈക്ക് ടെമ്പറേച്ചർ നോട്ടിഫിക്കേഷൻ. അത് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെ എന്താണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ നോട്ടിഫിക്കേഷൻ വെക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫോണിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് എനർജിയാണ് പാസ്സാവുന്നത്.
ഈ കുറേ എനർജി കയറുന്ന സമയത്ത് മൊബൈൽ ഓട്ടോമാറ്റിക്കലി ചൂടായി പല സമയത്തും മൊബൈൽ പൊട്ടിത്തെറിച്ചതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പം ഫോണിൻ്റെ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളിതിൽ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 21.2 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളിപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ടെമ്പറേച്ചർ റെഡ്യൂസ് യൂസേജ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ഫോൺ ചൂടാകുന്നുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ കുറച്ച് സമയം സ്വിച്ച് ഓഫ് ചെയ്തിടുക. അതേപോലെ തന്നെ അത് ഇപ്പം നിങ്ങൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ഈ 2 സെറ്റിങ്സും നമ്മൾ ഓക്കെ ആക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഫോണ് കൂടുതൽ ചൂടാവുകയോ അതേപോലെ തന്നെ ചാർജ് 100% അല്ലെങ്കിൽ 98 നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് അലാറം വരുന്നതാണ്. ബാറ്ററി ബസർ എന്ന് പറയുന്ന ഈ ആപ്പ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതെല്ലാവരും ഫോൺ ചാർജ് ചെയ്യുന്ന എല്ലാവരും, അതായത് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇത് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, യൂസ് ചെയ്യുക. അപ്പം ഇതിലും നല്ല അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. വി വിൽ മീറ്റ് അഗെയിൻ. അതുവരെ ബൈ.